ഗായ്സ്, കുറേ നാളായി നമ്മൾ കണ്ടിട്ട്. കാരണം നമ്മൾ സ്കൂളൊക്കെ തുറന്നുകൊണ്ടാണ്. നമ്മുടെ വീടിന് കുറച്ച് താഴെയായിട്ട് ഒരു കിണറുണ്ട്, അവിടെ വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് കുളത്തിലേക്ക് പോകാം. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇവിടെ കാടൊക്കെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട. നമുക്ക് അപ്പോൾ നമ്മൾ ഈ വരമ്പേ നടക്കണം ഗൈസ്. നല്ല കാഴ്ചയാണല്ലേ ഗൈസ്, അടിപൊളിയാണ്. നമുക്ക് വെള്ളം ഒഴുകുന്നത് കേട്ടോ. അവിടുത്തെ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് ഇവിടെ എത്തുന്നതാണ്. അപ്പം നമുക്ക് കിണറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. കുറേ മീനുകളെല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഗൈസ്, മീന് എവിടെയോ പച്ചപ്പായൽ ഇവിടെ എല്ലാ കൊല്ലും വെള്ളം നിറയും. ഈ കുളത്തിന് കാണുമ്പോൾ വലിയ ആഴം പോലെ ഉണ്ടാവും, പക്ഷെ അത്ര ആഴമൊന്നും ഇല്ല കേട്ടോ. ഞാൻ വായെല്ലാം പിടിച്ചു. കാണുമ്പോ സ്ലൈമാണ് നമ്മളെ കയ്യിലുള്ള പോലെയാണ് കേട്ടോ കാണുന്നത്. പച്ച സ്ലൈം പോലെ ഉണ്ട്. തുള്ളിച്ചാടുന്ന പുഴു. പൊന്നു ഇവിടെ വന്നത് കൊണ്ട് കുറച്ചിങ്ങനെ കളിച്ചിട്ട് പോകാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മ അങ്ങനെ അധികം സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല. എന്താ വെച്ചാൽ നമ്മ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഈ പ്രകൃതി ഭംഗി കാണിക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നത്. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കുളിച്ചിറങ്ങാൻ തോന്നും. ഈ അമ്മേനെ മീൻ ഭക്ഷിക്കാറില്ലേ? ഭക്ഷിക്കുന്നില്ലേ? ഇല്ല. പരവനെയാണ് ഇന്ത്യയൊക്കെ ഇട്ടു. ഈ കുളത്തിലുള്ള വെള്ളമാണ് നിറഞ്ഞപ്പാട് ഒഴുകിയിട്ട് ഇതിലേ കൂടിയിട്ട് തോട്ടിലേക്കാണ് പോകുന്നത്. തോട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അത്ര ദൂരമൊന്നുമില്ല, കുറച്ച് പോയാൽ മതി കേട്ടോ. പണ്ട് ഇവിടെയെല്ലാം മീനുണ്ടായിരുന്നു. നമുക്ക് മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. മീനെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ. അപ്പം അങ്ങനെ പിടിക്കായിരുന്നു. പിന്നെ ഒരു വട്ടം പിടിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. പെട്ടെന്ന് കുറേ ദിവസം നല്ല രീതിയിൽ പോയി. എന്നാൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് എന്തോ അത് മരിച്ചുപോയി. അപ്പോൾ പിന്നെ പിടിക്കാൻ പോയി. ഇവിടുന്ന് ഒരു ചെറിയ വളവുണ്ട്. അപ്പോൾ ഇനി കാണിക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ തോട്. അപ്പം അടിപൊളിയാണ് ഇവിടെ. കവുങ്ങുകളൊക്കെ കാണുമ്പോൾ നല്ല പ്ലേസാണ്, ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പം ഇതിലേ കൂടി നമുക്ക് തിരിച്ച് നമ്മളുടെ കുളത്തിലേക്കാണ് പോവാം കേട്ടോ. നമുക്ക് മുങ്ങാലോ. അപ്പൊ ഗൈസ്, ഇത്ര സമയം ഇവിടെ മീനുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പാട് മീനൊക്കെ ഓടിപ്പോയി. ഈ കുളത്തില് പാമ്പുണ്ടാവോ ഗൈസ്? പൊന്നു ഇത്ര ഇതായിട്ട് മുങ്ങി എനിക്ക് കാത്തിക്കാൻ പറ്റില്ല. ഞാനും മുങ്ങുന്നു. നല്ല തണുപ്പാണല്ലേ ഇവിടെ. കുത്തി കഴിഞ്ഞാൽ വേറൊന്നും വേണം, നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ടൊക്കെ അത്ര കിട്ടില്ല.
സ്ലൈം പോലെ തന്നെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ച് വെറുപ്പുണ്ടാവും, പക്ഷെ ഇത് എടുത്തതിനാണ് ഇതിൻ്റെ രസം ശരിക്കും അറിയുന്നത് ഗൈസ്. പൊന്നിന് നീന്താൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നീന്താൻ പറ്റൂല. എന്താ വെച്ചാൽ നമ്മൾ നീന്താൻ പഠിച്ചിട്ടില്ല, പക്ഷെ അത് നീന്താൻ വേണ്ടി ഭയങ്കര ആഗ്രഹമാണ്. പഠിക്കണമെന്നുണ്ട്. നമുക്ക് പായലില്ലേ ഗൈസ്, ഇത് നമുക്ക് കുളത്തിലേക്ക് എറിഞ്ഞു നോക്കാം. ചിലപ്പോൾ നമ്മൾ മീനൊക്കെ കഴിക്കാൻ വന്നാലും. യെസ് ഗൈസ്, മാറ്റി പൊന്നു നേരത്തെ ഒരു മീൻ ഒന്നില്ലേ ഇങ്ങനെ തലിയേറ്റ് വെള്ളം തലിയേറ്റ് ശരിക്കും ഇവിടെ വന്നത് നമ്മളെ ഈ പ്രകൃതി ഭംഗി കാണിക്കാനായിരുന്നു. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്കിത് കളിക്കാൻ തോന്നുന്നു ഗൈസ്. അടിപൊളി സ്പോട്ടിംഗ് ഗൈസ്. ബ്യൂട്ടിഫുൾ. പിന്നെ ഗൈസ്, ഇന്നത്തെ നമ്മളെ കുളത്തിൽ കളിക്കുന്ന കളി നിന്നു. ഇനി വീട്ടിൽ പോയിട്ട് നന്നായി കുളിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വരെ അവസാനിക്കാം. അപ്പോൾ ഇതുവരെ ബൈ ബൈ.